എറണാകുളം കളമശ്ശേരിയിൽ ഹൈവേന്ന് ഡയറക്റ്റ് ആക്സസ് ഉള്ള അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് റെഡി ടു മൂവ് ആയിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റിനകത്ത് നമുക്ക് വളരെ കുറച്ച് യൂണിറ്റ്സ് സെല് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റിന് അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ റെഡി ടു മൂവിനാണ് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. സോ നമുക്ക് GST ആപ്ലിക്കബിൾ അല്ല ഈ ഒരു പ്രോപ്പർട്ടിയിൽ. 2647 സ്ക്വയർ ഫീറ്റ് ഉള്ള ഫ്ലാറ്റിലാണ് നമ്മൾ ഇന്നുള്ളത്. 4+ മെയ്ഡ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇത് നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ലിവിംഗിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന്, അതായത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഈസിലി ഇവിടേക്ക് ആക്സസ് ചെയ്യാനും പറ്റും. സോ ഇതിന് മൊത്തം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വലിയ വിൻഡോസ് ആണ്, ഗ്ലാസ് വിൻഡോസ് ആണ്. ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്കുള്ള എൻട്രി വരുന്നത്. ഇവിടെ നമുക്ക് സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വോള് നമുക്ക് മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കൂടാതെ തന്നെ നമുക്ക് അവിടുന്ന് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് പുറത്തുനിന്ന് സെർവൻസ് എൻട്രി നമുക്ക് പുറത്തുനിന്നും ഉണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂം, സെക്കൻഡ് ബെഡ്റൂം ഇതാണ്. ഇനി 4 ബെഡ്റൂം വേണ്ട, 3 ബെഡ്റൂം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഹ്യൂജ് സ്പേസ് ആക്കി മാറ്റാൻ പറ്റും. കൂടാതെ നമുക്ക് ബാലൻസ് വരുന്ന 2 ബെഡ്റൂംസ് ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത്. ഇതിൽ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതാണ്. ഇതിനും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളതാണ്. 70% മാർബിൾ ആണ് ഇവര് ഈ ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 133 സെന്റിൽ 112 യൂണിറ്റ്സ് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുള്ളൂ. കൂടാതെ എല്ലാ എമിനിറ്റീസും വരുന്ന പ്രോജക്റ്റാണിത്. ബേസ്മെന്റ് 2 നിലയും അതുപോലെ തന്നെ ഗ്രൗണ്ടും 20 നിലകളിലായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ആയിട്ടുള്ള എല്ലാ എമിനിറ്റീസും ഈ ഒരു പ്രോജക്റ്റിൽ വരുന്നുണ്ട്. ഇതിനകത്ത് റൂഫ് ടോപ്പിലാണ് ഇതിന്റെ പൂളെല്ലാം വരുന്നത്. ഭയങ്കര വ്യൂ ആണ് ഇവിടുന്ന്. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു മൾട്ടിപർപ്പസ് ഹാളും വരുന്നുണ്ട്. 133 സെന്റ് സ്ഥലത്തിൽ 112 യൂണിറ്റ്സ് മാത്രമാണ് ഇതിനകത്ത് ഉള്ളൂ. 3 ബെഡ്റൂംസും 3+ മെയ്ഡും 4+ മെയ്ഡും. ഇതിന്റെ സ്ക്വയർ ഫീറ്റ്സ് വരുന്നത് 1794 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം, 2162 സ്ക്വയർ ഫീറ്റ് 3+ മെയ്ഡ്, 2647 സ്ക്വയർ ഫീറ്റ് 4+ മെയ്ഡ്. ഒരു ലംസം എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ബെഡ്റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.65 CR. അതുപോലെ നമുക്ക് 3+ മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ 2 CR പ്ലസ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 4 ബെഡ്റൂം പ്ലസ് മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് വരുന്നത് 2.45 പ്ലസ് രജിസ്ട്രേഷൻ ആണ്. ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈവേന്ന് ഡയറക്റ്റ് ആക്സസ് ആണ്. ഇവിടെ നമുക്ക് എയർപോർട്ടിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. കണ്ടെയ്നർ റോഡ് ഈസിലി ആക്സസ് ചെയ്യാം. പോർട്ട്, വിഴിഞ്ഞം പോർട്ട് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൊച്ചിൻ പോർട്ടും ഡെവലപ്പ് ആവും. ലുലുവിന്റെ ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. മെട്രോയിലേക്ക് ഡയറക്റ്റ് ആക്സസ്. ഇൻഫോ പാർക്ക് ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. സീപോർട്ട് എയർപോർട്ട് റോഡ്. അപ്പൊ എല്ലാ മേഖലകളും വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ലൊക്കേഷൻ ആണിത്. അത് കൂടാതെ റെന്റൽ ഇൻകം ഭയങ്കര കൂടുതലാണ് ഈ ഏരിയയിൽ. കാരണം നമുക്ക് മെഡിക്കൽ കോളേജ്, കിൻഡർ ഹോസ്പിറ്റൽ, ആസ്ട്രോ മെഡിസിറ്റി, അമൃത ഹോസ്പിറ്റൽ, ഇവിടേക്കൊക്കെ നമുക്ക് ഈസിലി എത്താൻ പറ്റും. ഇവിടുന്ന് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് SCMS കോളേജ് ഉള്ളത്, കുസാറ്റ്, അതുപോലെ രാജഗിരി സ്കൂള്, ഇതെല്ലാം വരുന്നത്. സോ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇവിടെ പ്രൈസ് എസ്കലേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. എല്ലാ ബാങ്ക്സും അപ്രൂവ്ഡ് ആണ്, റെയർ അപ്രൂവ്ഡ് ആണ്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു ലോണൊക്കെ അവൈൽ ചെയ്ത് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനായിട്ട് ഈസിലി സാധിക്കുകയും ചെയ്യും. ഈ ഒരു പ്രോജക്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിനും സൈറ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.